നമ്മൾ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അവിടെ നിർണായക നീക്കങ്ങളുമായി SITയുടെ കണ്ടെത്തലുകൾ വരുന്നു. കൊലപാതക പരമ്പരയ്ക്ക് തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി യഥാർത്ഥമാണെന്ന് FSL റിപ്പോർട്ട് വന്നതോടെ രംഗം പുനരാവിഷ്കരിച്ച് SIT. ബംഗളൂരുയിൽ നിന്ന് വിറ്റൽ ഗൌഡ തലയോട്ടി എടുക്കുന്നതിന് ദൃക്സാക്ഷിയായ പ്രദീപ് കുലാലിനോടും സംഘത്തിനോടും ഒപ്പമെത്തിയാണ് പുനരാവിഷ്കരണം നടത്തിയത്. അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ, അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പുനരാവിഷ്കരിച്ചത്. ഇതിനിടയിൽ പ്രദേശത്തു നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകൾ സാമ്യമായിട്ടുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT. ജൂൺ ആദ്യവാരത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന പുനരാരംഭിച്ചേക്കും. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, SITയുടെ പുനരാവിഷ്കരണം അത് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു. തലയോട്ടി യാഥാർത്ഥ്യമാണെന്നുള്ള കണ്ടെത്തലുകൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നു. ഇതിലൂടെ കൂടുതൽ സാമ്പിളുകൾ കണ്ടെത്താൻ കൂടുതൽ പേരിലേക്ക് എത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ SIT? എത്രമാത്രം പ്രതീക്ഷയാണ് അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? തീർച്ചയായും ഹരി, ഇതിൽ ഏറ്റവും പ്രധാനം അതുതന്നെയാണ്. ഈ കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത്. അതിലേറ്റവും കാരണം ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. ഈ കേസിൽ നമുക്കറിയാം, കഴിഞ്ഞ തവണമൊക്കെ വലിയ ആരോപണം ഉയർന്നിരുന്നു. ഇത്തരത്തിൽ വ്യാജമായ നിരവധി തെളിവുകൾ ഇതിൽ ഹാജരാക്കി വലിയ അത്തരത്തിൽ കേസ് മുന്നോട്ട് പോവുകയാണെന്ന തരത്തിലൊക്കെ വലിയ തോതിൽ ആരോപണം ഉയർന്നു. അതുമാത്രമല്ല, ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വളരെ നിർണായകമായ ഈ ഒരു FSL റിപ്പോർട്ട് വരുന്നത്. ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ആ റിപ്പോർട്ടിൽ ഇവിടെ നടന്ന അല്ലെങ്കിൽ ഇവിടെ നിന്നും ലഭിച്ച ഈ ബംഗളഗുഡ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടാവശിഷ്ടങ്ങൾ അത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണം ഉണ്ട് എന്ന തരത്തിലുള്ള ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഹരി തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് കോടതിയിൽ തെളിവിനായി ചിന്നയ്യ ഹാജരാക്കിയ ആ തലയോട്ടി തന്നെയാണ്. അത് പുറത്തു നിന്നും കൊണ്ടുവന്നതാണ് എന്ന തരത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതിലാണിപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം വന്നിരിക്കുന്നത്. അതായത് തലയോട്ടിയിലുള്ള മണ്ണും ബംഗളകുട്ടിയിലെ മണ്ണും അത് രണ്ടും തമ്മിൽ സാമ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ബംഗളകുട്ടിയിൽ നിന്നാണ് ഈ തലയോട്ടി ഇത്തരത്തിൽ എടുത്തതെന്ന ഒരു മൊഴി അത് ഏതായാലും കൃത്യമായിരിക്കുന്നു.